വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നതിനെക്കുറിച്ചാണ്. സാധാരണ രീതിയിൽ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണമായ 5 കർമ്മങ്ങളുണ്ട്. ആചാര്യതമസാത്മനായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധ്യേസ്തു പഞ്ചതാം. വിവക്ഷിക്കുന്നത് ഇതാണ്. അതായത് ആചാര്യ തപസ്, ദേവരൂപം അഥവാ മന്ത്രജപം, നിയമം, ഉത്സവം, അന്നദാനം എന്നിവ ക്ഷേത്രാഭിവൃദ്ധിക്ക് ആവശ്യമാണ്. ആചാര്യൻ തപസിദ്ധി കൈവരിച്ചവനായിരിക്കണം. സ്ഫുടതയോടുകൂടിയും സ്പഷ്ടമായും തെറ്റുകൂടാതെ മന്ത്രജപം നടത്തണം. ക്ഷേത്ര നിയമങ്ങൾ പാലിക്കണം. ഉത്സവം നടത്തണം. അന്നദാനം നിർവഹിക്കണം. ഇവയിൽ പ്രധാനമാണ് ഉത്സവം. ഉത്സവകാലത്ത് ഈ 5 കാര്യങ്ങളും നിർവഹിക്കുന്നുണ്ട്. ഉത്കൃഷ്ടമായ മംഗളകർമ്മമാണ് ഉത്സവം. ഭക്തജനങ്ങളോ പൂജാരിയോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജോലിക്കാരോ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പാകപ്പിഴകൾ കൊണ്ട് ദേവചൈതന്യത്തിന് എന്തെങ്കിലും കുറവുകൾ സംഭവിക്കാം. അങ്ങനെയുള്ള കുറവുകൾ തീർത്ത് ദേവചൈതന്യം വർദ്ധിപ്പിക്കുന്നതാണ് വർഷത്തിലൊരിക്കൽ ഉത്സവം കൊണ്ടാടുന്നത്. ചൈതന്യ വർധനവിനെ താന്ത്രിക കർമ്മങ്ങൾ വിധി തെറ്റാതെ ഭംഗിയായി ചെയ്യുകയാണ് പ്രധാനമായിട്ടുള്ളത്. എത്ര ദിവസത്തെ ഉത്സവം നടത്തിയാലും സാധാരണ രീതിയിൽ 9 ദിവസം ഉത്സവം കൊണ്ടാടി 10ാം ദിവസം ആറാട്ട് നടത്തുന്നു. ചില ക്ഷേത്രങ്ങളിൽ 1 ദിവസത്തെ ഉത്സവം, ചിലയിടത്ത് 3 ദിവസം, മറ്റു ചിലയിടത്ത് 7 ദിവസം ഉത്സവം, 8ാം ദിവസം ആറാട്ട്. ഇങ്ങനെ പല രീതിയിലാണ് ഉത്സവങ്ങൾ നടത്തുന്നത്. സാധാരണ ഉത്സവം നടത്തുന്നത് വൃശ്ചിക മാസം 1 മുതൽ മേടമാസം വരെയുള്ള മാസങ്ങളിൽ 1 മാസത്തിലായിരിക്കും. ഏതാണ്ട് പണ്ടു മുതലേയുള്ള ആചാരം വലിയ വലിയ മഹാക്ഷേത്രങ്ങളിലെ കൊടിയേറ്റത്തോടൊപ്പം ഉത്സവം തുടങ്ങുകയും കൊടിയിറക്കത്തോടെ സമാപിക്കുകയും ചെയ്യുന്നു. ചില ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റവും കൊടിയിറക്കവും ഉണ്ടായിരിക്കുകയില്ല. മഹാക്ഷേത്രങ്ങളിൽ കൊടിമരമുണ്ടായിരിക്കും. കൊടിമരമില്ലാത്ത ക്ഷേത്രങ്ങളിൽ താൽക്കാലികമായി മരം മുറിച്ചു കൊണ്ടുവന്ന് കൊടിമരം പ്രതിഷ്ഠിച്ച് കൊടി കയറ്റും. യജ്ഞത്തിൻ്റെ അവസാനം അവഭൃത സ്നാനത്തോടുകൂടിയാണ്. അതുപോലെ ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുന്നു. ആറാട്ടെന്ന് പറഞ്ഞാൽ ദേവനോടൊപ്പം ജനങ്ങളെ ആനന്ദത്തിലാറാടിക്കുന്നു എന്നാണ്. എല്ലാവരും ആനന്ദം പ്രദാനം ചെയ്യുന്ന വേളയാണ്. അതൊരു സുദിനം തന്നെയാണ്. ഓരോ ദേവൻ്റെയും രീതി അനുസരിച്ച് ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളും പൂജാവിധിയും വിധാനവും വ്യത്യസ്തമായിരിക്കും. മഹാക്ഷേത്രങ്ങളിൽ ശ്രീബലി അഥവാ ശിവേലി, ഉത്സവബലി, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകളുണ്ട്. പിന്നെ പലതരം കലാപരിപാടികളുമുണ്ട്. ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്സവ ചടങ്ങുകളെ കൊണ്ടുള്ള ഉദ്ദേശം. ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുന്നതോടൊപ്പം പ്രദേശവാസികൾക്ക് ഈശ്വര കടാക്ഷം ലഭിക്കുന്നു. നാടിനും നാട്ടാർക്കും നന്മയുണ്ടാകുന്നു. ദേവൻ്റെ ഉത്സവം നാട്ടുകാരുടെയും ഉത്സവമാണ്. ദേവനോടൊപ്പം നാട്ടുകാരും പരമാനന്ദത്തിലാറാടുന്നു എന്നാണ് ഉത്സവം കൊണ്ടുള്ള സങ്കല്പം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.